ഒരുമാതിരി മറ്റേപടി കാണിക്കരുത്. റേഡിയോ ഓഫ് ചെയ്തു. സംഗീതം എന്ന് വെച്ചാൽ എന്താ? അത് ദൈവം എനിക്ക് സമ്മാനിച്ച ഒരു നികുംഭിലയോ ജ്ഞാനമാണെന്ന് അത് തന്നെ പോലുള്ള എരപ്പരോട് പരപ്പരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ സംഗീതം എന്ന് വെച്ചാൽ ഒലക്കേടെ മൂട്. ഈ സംഗീതം എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ഞങ്ങൾ ഇവിടുന്ന് ഇറക്കി വിടാനാണ് ഭാവമെങ്കില് അത് വെറും പൂങ്കിരാവാ. പാട്ട് പോയിട്ട് അണുബോംബ് പൊട്ടിച്ചാലും തന്നെ പോലുള്ള ഇത്തിക്കണ്ണികൾ ഇവിടുന്ന് പറഞ്ഞു പോലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അജ്ഞാനശീല. ഇത്തിക്കണ്ണികൾ ആരൊക്കെയാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാടാ. നസ്രാണെന്ന് ജാതി പിടിച്ച് കളിക്കണം. സംഗീതം വേറെ, തമ്മിലടി പറ. എന്റെ സംഗീത സിദ്ധിയുടെ ആഴവും പരപ്പും കണ്ടറിഞ്ഞാണ് സുമി എന്റെ ജീവിതം പങ്കിടാൻ തയ്യാറായത്. അല്ലേ സുമി? കൊച്ചുവെളുപ്പാങ്കാലത്ത് ഇതിവിടെ നടക്കില്ല. കൂട്ടോടുമ്പോ ആവുമ്പോ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. തീരെ പറ്റാത്തവർക്ക് വീട് മാറി പോവാം. അതോർത്തെ സുമംഗലാദേവി വിഷമിക്കണ്ട. മാറിത്തരാം, ഇപ്പൊ തന്നെ മാറിത്തരാം. അതെ, അന്ന് എനിക്ക് പറഞ്ഞുറപ്പിച്ച 1001 രൂപ സ്ത്രീധനം ഇന്ന് പലിശയും പലിശയുടെ പലിശയും കൂട്ടി 25,000 മേലായിട്ടുണ്ട്. കൃത്യമായ കണക്കൂട്ടല്ലോ. അത് ഈ വീടിന്റെ ഷെയർ എന്നതൊക്കെ ഞങ്ങൾ അറിയിക്കോളാം. ഇപ്പോഴല്ല, ഇവിടെ കുറച്ചു നാളായിട്ട് എന്താ പ്രശ്നം അല്ലാത്തത്? നിങ്ങൾ എന്ത് ഭാവിച്ചാ ഇങ്ങനെ? എനിക്ക് മനസ്സിലാവാൻ ഞാൻ ചോദിക്കുക. ഞാനും ഇത് ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചേറെ കാലമായി. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഒന്നല്ല രണ്ടായിട്ട് പറയും. സാഹചര്യങ്ങൾ ഒരു മനുഷ്യനെ കൊലപാതകിയാക്കി മാറ്റുമെന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പൊ കേട്ടു. അങ്ങനെയാണെങ്കിൽ ആ പാതകി ഞാനായിരിക്കും. ലാളിച്ച് ഓമനിച്ച് വളർത്തിയ മാതാപിതാക്കളെ മറന്ന് സ്വന്തം ജാതിയും മതവും മറന്ന് ഞാനൊരു മിശ്രവാദിച്ച് തയ്യാറായത് എന്തിനാണെന്നാണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത്? കാശ് മുടക്കില്ലാതെ 4 നേരം മൂക്കുമുട്ട ഞാൻ 6 നേരം ഞണ്ണുന്നുണ്ടല്ലോ. ഭാര്യ വീട്ടിൽ ഒന്ന് അട്ടിപ്പേറ് കിടന്നിട്ട് പറയുന്നതോ കൊമ്പത്ത പുള്ളിയാണെന്ന്. അലമ്പലമ്പ് കേസ്. ഭാര്യ വീട്ടിൽ തന്നെയല്ലേ നീയും പൊറുക്കുന്നത്? ആദ്യം നിങ്ങൾ പോ, പിന്നെ ഞങ്ങൾ പോ. സുമി, അത് വേണ്ട. നിങ്ങൾ ആരും പോകില്ലെന്ന് എനിക്കറിയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞില്ല. എല്ലാത്തിനും ഞാൻ പിടിച്ചു പുറത്താക്കും. അളയം പറ, ഞാനൊരു സംഗീതോപാസകനായതാണോ തെറ്റ്? എന്റെ ഈ സംഗീതം ഈ കുരുന്നു മനസ്സുകളിലേക്ക് പകർന്നു കൊടുക്കുന്നതാണോ ഞാൻ ചെയ്യുന്ന തെറ്റ്? നിർത്തി. ആദ്യം ഈ കുരുന്നു മനസ്സുകളൊക്കെ വെളിപ്പോ. അറിയാ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഹലോ, നമസ്കാരം. നമസ്കാരം. ഇത് പെൺകുട്ടിയുടെ? ഇത് പെണ്ണിന്റെ. ഞാൻ എൽ ലാലിച്ചൻ പെരുവഴിയിൽ ഇളയ മരുമകനാ. ഗാനകലാരത്നം. വരുന്ന വഴിക്ക് ബോർഡ് കണ്ടില്ലായിരുന്നോ? ഇനിയൊരു മരുമകനില്ലേ? മണക്കൂസൻ. ഗിരിജകത്ത് വയ്ക്കോളൂ. പയ്യൻ എന്ത് ചെയ്യുന്നു? മുനിസിപ്പാലിറ്റിയിൽ ടൈപ്പ് റൈറ്ററാ. ടൈപ്പ് റൈറ്റർ? ടൈപ്പിസ്റ്റാ? ഒരു ടൈപ്പിസ്റ്റ് ഇപ്പൊ എന്ത് ശമ്പളം കിട്ടും? അതൊന്നും ഇപ്പൊ കൃത്യമായിട്ട് പറയാൻ പറ്റൂല. അടിയുടെ സ്പീഡ് അനുസരിച്ച് ശമ്പളവും കൂടും. അടി ചായ കുടിച്ചു. ഇളയ കുട്ടിയാവുമ്പോ തറവാട് കുട്ടിക്കായിരിക്കുമല്ലോ. പിന്നെ ലോകമേ തറവാടെന്നല്ലയോ? ടൈപ്പനിയാ ഇവിടെ ഒരു കുറവും ഉണ്ടാവില്ല. കാരണം ഞങ്ങൾ അളയന്മാര് തമ്മിൽ അത്ര രമ്യതയിലാണ്. എന്നാ പിന്നെ മുഹൂർത്തം തെറ്റിക്കാതെ കാര്യത്തിലേക്ക് കിടക്കാം. കാര്യത്തിലേക്ക് കടക്കാൻ എന്തിനാ മുഹൂർത്തം നോക്കുന്നത്? അങ്ങ് കടന്നാ പോലെ. വിദ്യ ലേറ്റാക്കാതെ ലഡു വഴിക്ക് ഇഷുന്നേരെ. എന്നാ വരട്ടെ. അപ്പോ കൃഷ്ണനേരെ പറഞ്ഞ പോലെ. ശരി. ഭഗവാന്റെ കൃപ കൊണ്ട് ഗിരിജക്കുട്ടി അവർക്ക് പിടിച്ചു. ഓണത്തിന് മുമ്പ് കല്യാണം നടത്തണമെന്നാ അവർ പറയുന്നത്. ഭഗവാനെ, ഗുരുവായൂരപ്പ, ഇതെങ്കിലും ഒന്ന് നടക്കണേ. ഏത് തലതിരിഞ്ഞവനെ നടുറോട്ടിൽ സൈക്കിൾ കൊണ്ടുവന്ന് വെച്ചിരുന്നു? തുടരുത്. കണ്ണടച്ചിരുട്ടാക്കരുത്. ആരാ? മനസ്സിലായില്ല. ഒരു സാധു യുവാവിന്റെ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തിയാലേ നിങ്ങൾക്ക് തൃപ്തിയാവുമെങ്കിൽ ആയിക്കൊള്ളൂ. പക്ഷേ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല. മിസ്റ്റർ, നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഒരൽപ്പം ദയ, സഹതാപം. ആ യുവാവ് ഞാനാണ്. ആ യുവാവോ? നിങ്ങൾക്കറിയില്ല അല്ലേ? സ്ത്രീ കുലടയാണ്, വിശ്വസിക്കരുതെന്ന് പലരും പറഞ്ഞു. പക്ഷെ ഞാൻ ചെവിക്കൊണ്ടില്ല. പച്ചയായ യാഥാർത്ഥ്യങ്ങളുടെ നഗ്നത കണ്ടപ്പോൾ താൻ ആരെന്ന് പറയുള്ളൂ, ചുമ്മാ കാട് കയറാതെ. ദാ, ഇതാണ് നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി. തോളിൽ കൈയിട്ട് നിൽക്കുന്നത് ഞാനാണ്. ഇനി നിങ്ങൾക്ക് ഈ കുട്ടിയെ വിവാഹം കഴിക്കണം. സോറി, നിങ്ങളല്ല, നിങ്ങളുടെ മകൻ. ഇത് നോക്ക്, ഈ പെൺകുട്ടിയും ഞാനും. ഇല്ല, ഞാനത് പറയില്ല. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം
ഞങ്ങളെ വേർതിരിക്കരുത്. എന്താ കുഞ്ഞുഷ? അല്ല, നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഓർത്ത് ഞാൻ കരഞ്ഞു പോയതാണോ? കേട്ടില്ലേ? ഇന്നും ഇന്നലെയും തുടങ്ങിയ ബന്ധമല്ല ഞങ്ങളുടേത്. കുട്ടപ്പാ, വണ്ടി എടുക്ക്. ആ ബ്രോക്കറെ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം. അയാളുടെ വാചകം കേട്ടപ്പോഴേ എനിക്ക് തോന്നിയതാ സംശയം. അച്ഛൻ കേറ്. വണ്ടി എടുത്ത് മാറ്റണേ. മാറ്റി. തനിക്ക് ആ തെണ്ടിയുടെ വീട് അറിയോ? ഓ, അറിയാം. ആ, എന്നാ വണ്ടി വിട്ടു. ഭഗവാനെ ഗുരുവായൂരപ്പ, നിവർത്തിയേട് കൊണ്ടാണേ ആ ബ്രോക്കർ കൃഷ്ണൻ നായർ ഏട്ടൻ ആപത്തൊന്നും വരുത്തരുതേ. എന്റെ ചെറുക്കനെ കൊണ്ടുപോയി കുഴി ചാടിക്കാന്ന് ഞാൻ നിരപരാധിയാണ്. എന്റെ ചെറുക്കനെ കുറെ പെണ്ണ് കാര്യം പറഞ്ഞിട്ട് അടിക്കണം. അയ്യോ, എന്താണെന്ന് അറിയണ്ടേ? അയ്യോ, ഞാൻ ബ്രോക്കർ പണി നിർത്തി. ഇനി ഞാൻ ബ്രോക്കർ പണിക്ക് പോവില്ല. അയ്യോ, എന്നെ തല്ലരുത്, തല്ലരുത്. ഞാൻ പാവം. അയ്യോ. ആഹാ, ഏട്ടൻ ഇവിടെ ഇരിക്കായിരുന്നോ? ആ സുമംഗലി ചേച്ചിയുടെ കല്യാണത്തിനെടുത്ത ഫോട്ടോ ആൽബത്തിൽ കാണുന്നില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളതായിരുന്നു അത്. ഏട്ടൻ കണ്ടോ? നീ ഊണെടുത്ത് വെച്ചോ? ഇന്നലെ കൂടി ഞാൻ അത് എടുത്തു നോക്കിയതാ. അമ്മ ഉറങ്ങിയോ? ആവശ്യം കഴിഞ്ഞല്ലോ, ഇനി ഇന്ന് തന്നൂടെ? ഗിരിജെ, സാരമില്ല, എനിക്കറിയാം ഈ കല്യാണം മുടക്കാൻ ഏട്ടൻ ഒത്തിരി ബുദ്ധിമുട്ടിയെന്ന്. ഇത് മുടങ്ങിയതിന്റെ വിഷമത്തിൽ ഞാൻ പറയണമെന്ന് ഏട്ടൻ കരുതിയിരിക്കണേ. എനിക്കറിഞ്ഞൂടെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങള്. പിന്നെ അമ്മയുടെ ചീത്ത പേടിച്ച് വേഷം കെട്ടി നിന്നു കൊടുക്കുന്നു. സത്യത്തിൽ ചെറുക്കന്മാരുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോ എനിക്ക് ചിരിയാ. നടക്കില്ല എന്നറിഞ്ഞിട്ട് തന്നെ. എന്നെ പോലൊരു വൃത്തികെട്ടവൻ ലോകത്തുണ്ടാവില്ല. സ്വന്തം പെങ്ങളുടെ കല്യാണം ആൾമാറാട്ടം നടത്തിയും ആളെ വിട്ടും മുടക്കുന്നു. അപ്പോഴെല്ലാം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, മോഹിക്കുന്നുണ്ട്, നിന്നെ നല്ലൊരിടത്തേക്ക് പറഞ്ഞു വിടണം. ഏട്ടൻ വിഷമിക്കണ്ട, ഏട്ടനൊരു നല്ല കാലം വരും. അന്ന് മതി എനിക്ക് കല്യാണം. നീയും അമ്മയെ പോലെ എന്റെ ജാതകത്തിലെ രാജയോഗം കാത്തിരിക്കുക. അതെല്ലാം ചുമ്മാ ഓരോ വിശ്വാസങ്ങളാ. ഒന്നുമല്ല, പഞ്ചമഹാപുരുഷയോഗം കാണുന്ന ജാതകം അച്ചട്ടാ. കണ്ടോ, ഏട്ടൻ എന്നെ പൊന്നുകൊണ്ട് മൂടി കെട്ടിച്ചയക്കും. എനിക്ക് ഉറപ്പാ. കെട്ടിച്ചയച്ചവരുടെ കാര്യത്തിലും ഞാനൊരു ചതിയന. അളിയന്മാർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ ഒന്നും ഞാനിതുവരെ കൊടുത്തിട്ടില്ല. ഓരോ ദിവസവും സന്ധ്യ മയങ്ങുമ്പോ ആശ്വാസമാ. വീടിന്റെ ജപ്തി നോട്ടീസുമായി ആമീൻ ഇവിടെ വരാത്ത ഒരു ദിവസം കൂടി കടന്നുപോയല്ലോ എന്നോർത്ത്. തീർത്താ തീരാത്ത കടം വരുത്തി വെച്ചിട്ടാ മോളെ നമ്മുടെ അച്ഛൻ പോയത്. മോനെ അശോക, നിന്റെ ചേട്ടൻ പോയടാ. അയ്യോ മോനെ, നിന്റെ ചേട്ടൻ ഒരു പോക്കായടാ. അയ്യോ, അയ്യോ. എന്ത് പറ്റിയേട്ടാ? ചേട്ടനെ കൊല ചെയ്തടാ. ഞാൻ ജീവച്ചവമായടാ. കൈ ഒടിഞ്ഞോ? ചേട്ടൻ കരയാതെ, നമുക്ക് ഇതിന് പ്രതികാരം ചെയ്യാം. ഞാനല്ലേ പറയുന്നത്. എന്താ മാറി നിൽക്കണോ ചൂര്? ഈ കല്യാണവും നിന്റെ അളിയന്മാരും മുടക്കിയടാ മോനെ. ഇവന്മാരെ അടിച്ചിറക്കി എരുമച്ചാണകം തെളിക്കാതെ ഈ കുടുംബം രക്ഷപ്പെടാൻ പോണില്ല. നിശ്ചയത്തീയതിയും പറഞ്ഞുറപ്പിച്ച് കാറിൽ കയറി വടക്കോട്ട് പോയ ചെറുക്കനെയും കൂട്ടരെയും സൈക്കിളിൽ ചെന്നാ മുടക്കിയത്. ഈ എലുമ്പം കളരിയാണ് കല്യാണങ്ങൾ മുടക്കുന്നല്ലേ? ഈ പന്നപ്പാട്ടുകാരനാണല്ലേ ഈ കല്യാണം മുടക്കിയത്? അവര് കാര്യം ചോദിച്ച് എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിയത് ഓർമ്മയുണ്ട്. പിന്നെ കണ്ണു തുറക്കുമ്പോ പള്ളിമുക്കിലെ കടത്തിന്നേല് ആൾക്കാരെടുത്ത് കിടത്തിയിരിക്കുന്നു, ചുറ്റും ആൾക്കാർ. എന്റെ പെങ്ങളുടെ കല്യാണം മുടക്കിയവൻ ആരായിരുന്നാലും ഞാൻ അവനെ തട്ടും. എന്നിട്ടേ ഞാൻ ഇനി ഉറങ്ങൂ. തട്ടും ഞാൻ. ഇപ്പൊ തട്ടണ്ടവനെ ഞാൻ ക്ഷമിച്ചു. ഉര നിറഞ്ഞു നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്താൻ ഞാനിവിടെ ചോര വിയർപ്പാക്കി പണിയെടുക്കുമ്പോൾ അത് കലക്കാൻ വേണ്ടി അതേ വീട്ടിൽ മറ്റൊരാൾ. നിങ്ങൾക്കൊക്കെ ഹൃദയം എന്ന് പറയുന്ന ഒരു വസ്തു ഉണ്ടോ? ഈ ചേട്ടൻ ഗതി കണ്ടോ? നമ്മളെ സഹായിക്കാൻ വേണ്ടി പോയി എന്നൊരു തെറ്റ് മാത്രമേ ഈ ചേട്ടൻ ചെയ്തിട്ടുള്ളൂ. അഭിനയിക്കൂടാ, നീ അഭിനയിക്കും. അനുഭവിക്കും. എനിക്കിപ്പോ അറിയണം ആരായി കല്യാണം കലക്കിയത്. അളിയൻ്റെ കൂടെ ഞാനുണ്ട്. പറയളയാ, ഇങ്ങോട്ട് മാറി നിൽക്കണം. കല്യാണം കലക്കിയത് ആരാണെന്ന് അളിയൻ തെളിച്ചു പറ. അവന്റെ തല ഞാൻ എടുക്കും. താൻ തല വടിക്കും. സ്വന്തം അനിയത്തിയുടെ കല്യാണം മുടക്കിയിട്ട് മീശയും പിരിച്ച് കുറിയും വരച്ച് അടക്കുന്ന ചിലര്. കല്യാണം മുടക്കിയത് ഞങ്ങളാണെന്ന്. മുടങ്ങിയത് മുടങ്ങി. ഇനി ഇവിടെ ഇത്തിരി സ്വൈര്യം വേണം. അളിയ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് രണ്ടുപേർക്കും കൂടി ചെറുക്കന്റെ വീട്ടിൽ പോവാം. ഇവന്റെ കള്ളക്കളി ഇന്ന് പുറത്താക്കാം. അതെ, രണ്ടാള് മാത്രമാക്കണ്ട, ഞാനും കൂടെ വരാം. ആരുടെ കള്ളത്തരമാണ് പുറത്താക്കുന്നത്? വേണോ അളിയ? വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഏതോ ഒരു തെണ്ടി പറഞ്ഞപ്പോ അതും വിശ്വസിച്ച് പറഞ്ഞ വാക്കും തെറ്റിച്ചു പോയ അവന്മാരുമായിട്ടുള്ള ഒരു ബന്ധവും നമുക്കിനി വേണ്ട. ആ പടി ഇനി വാരിക്കുഴി അശോകൻ നായർ കടക്കില്ല. പിന്നൊരു കാര്യം, ഇതും പറഞ്ഞ് എന്നെ ഇനി വിഷമിപ്പിക്കരുത്. അത് താങ്ങാനുള്ള ശക്തി എനിക്കില്ല. എന്റെ കൈ കിട്ടും.
കണ്ണുരുട്ടി പേടിപ്പിക്കാതെ. ഇതിലൊന്നും വിരളുന്നവനല്ല എല്ലാലിച്ചൻ പെരുവഴിയിൽ. അതെ, നിർത്തിയത് നന്നായി, അല്ലെങ്കിൽ ഓവറായേനെ. ഇതിന്റെ പിന്നിൽ ആരുടെയോ കറുത്ത കൈ പ്രവർത്തിച്ചിട്ടുണ്ട്. കറുത്ത കൈയോ? ഇവിടെ ആർക്കാ ഇപ്പൊ കറുത്ത കൈ ഉള്ളത്? അപ്പൊ പുറത്തുനിന്ന് ആരെങ്കിലും ആയിരിക്കും. ഓ, ഞാനൊരു ഉപമ പറഞ്ഞാണ് എന്റെ ഭാമേ. അതെങ്ങനെയാ? അത് മനസ്സിലാക്കാനുള്ള മോളെ ദൈവം നിനക്ക് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ പലിശ കണക്കും കൂട്ടി ഇവിടെ കഴിയേണ്ടി വരുമായിരുന്നു. ദേ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ആ, ഇവിടെ കിടക്കുന്നത് കൊണ്ടാ 3-4 നേരം വെട്ടി വിഴുങ്ങുന്നത്, അതോർത്തോ. ഞാൻ ഒരു തമാശ പറഞ്ഞതല്ലേ. നിങ്ങൾ തന്നെയാണോ ഗിരിജയ്ക്ക് വരുന്ന കല്യാണങ്ങളെല്ലാം മുടക്കുന്നതെന്നാ എനിക്ക് ഇപ്പൊ സംശയം. സുമി, നീയും എന്നെ സംശയിക്കുകയാണോ? ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇനി മേലും കീഴും നോക്കണ്ട, അത് തന്നെ ചെയ്യാം. അത് വേണോ? വേണം. നിങ്ങൾക്ക് നാണോ മാനോ ഇല്ലെന്ന് കരുതി എനിക്കതുണ്ട്. നിങ്ങളെ പറയിക്കാൻ വേണ്ടി തന്നെ അവരെ കല്യാണം മുടക്കിയത്. അവര് നമ്മളെ ഇവിടെ നിന്ന് ഇറക്കുന്നതിന് മുമ്പ് നമുക്ക് അവരെ പോച്ചു ചാടിക്കണം. അവരെ പെരുവഴിയിലാക്കാനുള്ള വഴി ഈ പെരുവഴിയിൽ എല്ലാലിച്ചൻ കണ്ടിട്ടുണ്ട്. മുട്ടയെല്ലാം കൂടെ കുടിക്കണ്ട, മതി. ഞാനൊരു ഗുരുക്കളല്ലേ ഭാമേ? മസിൽ കൂടി കൂടി വരുന്നു. മതി മതി, ശക്തി നോക്കല്ലേ. മനസ്സിലായിട്ടുണ്ട്. ഓതിരം കടകൻ, ഊഴിക്കടകൻ. ആ, ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. നീ ഇതിലൂടെ വരരുത്. സുമി വിഷമിക്കാ, നിന്റെ കൂടെ ഞാനുണ്ട്. അശോക, നീ ഇതിന് എപ്പോ സമാനം പറ. എന്താ ഇവിടെ? ഈ പ്രപഞ്ചത്തെ സാക്ഷി നിർത്തി ഞാൻ എന്റെ സുബിയുടെ കഴുത്തിൽ ചാർത്തിയ താലിമാല ഏതോ തസ്കൃത ഭരിച്ചിരിക്കുന്നു. എപ്പോ? ഇന്നലെ അർദ്ധരാത്രി ഏകദേശം 3-നും 3:10 ഇടയ്ക്കായിരിക്കും സംഭവം എന്നാണ് എന്റെ നിഗമനം. എന്താ? നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? സംശയം മാത്രമല്ല, ആരാ എടുത്തോന്നൊക്കെ എനിക്കറിയാം. എന്താ ഉണ്ടായി? എന്താ ഉണ്ടായെന്നോ? ഒന്നും അറിയാത്ത പോലെ. മാല ഇവിടെ ഉള്ളവരാരും അറിയാതെ പോവില്ല. മര്യാദക്ക് തിരെ തരുന്നതാണ് നല്ലത്. ആര് മോഷ്ടിച്ചതാ പറയുന്നത്? അതെന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കണം. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി പോലീസിൽ ഒരു പെറ്റീഷൻ കൊടുക്കാം, അവര് വന്ന് അന്വേഷിക്കട്ടെ. വേണ്ട, പോലീസിനെ വിളിക്കണ്ട. അതെന്താ? പോലീസിനെ വിളിച്ചാൽ അവര് വന്ന് അന്വേഷിക്കട്ടെ. വരട്ടെ, പോലീസ് ഒന്ന് 2 ഇടി ഇടിച്ചാലേ സത്യം പുറത്തു വരൂ. അല്ലാതെ തന്നെ നമുക്ക് സത്യം പുറത്തു കൊണ്ടുവരാൻ സുമി. അതെന്താ പോലീസ് വരുന്നതിൽ അളിയിൽ ഇത്ര പേടി? പോലീസിനെ വിളിച്ച് നാട്ടുകാരറിഞ്ഞ് ഈ വീടിന്റെ മാന ഒരു മാലയുടെ പേരിൽ മലിനപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അഭിമാനമാണ് അശോക നമുക്ക് വലുത്, അല്ലേ അമ്മേ? സമ്മതിക്കാതിരിക്കാൻ താനെന്താ ആഭ്യന്തരമന്ത്രിയോ? അളിയാ, വിളിക്കണ പോലീസിനെ. കൊണ്ട് ഞാൻ എടുപ്പിക്കാം. ശരിയാ, ഇങ്ങെടുക്ക. പലരുടെയും പൊയ്മുഖങ്ങൾ ഇവിടെ തകർന്നു വീഴുന്ന ഈ വീട്ടിലുള്ളവർ കാണട്ടെ. എനിക്ക് ചേട്ടന്റെ പെട്ടി ഒന്ന് പരിശോധിക്കണം. എന്റെ പെട്ടി പരിശോധിക്കുന്നത് കൊള്ളാം. മുറിന്ന് മാല കണ്ടെടുത്തില്ലെങ്കിൽ 2 തല ഞാൻ കൊയ്യും. ഭാമയെ മുറി തുറന്നു കൊടുക്ക്, അവള് പരിശോധിക്കട്ടെ. എന്റെ പെട്ടി തുറക്കരുത്. ആഹാ, സുമ, എന്റെ പെട്ടി തുറക്കരുതെന്നാ പറഞ്ഞത്. അത്ര കൊള്ളില്ലല്ലോ. കുറെ നാളായി ഓരോ ദേ, പെട്ടി തൊട്ട് കളിക്കരുതെന്നാ പറഞ്ഞത് കേട്ടില്ലേ? കാണിച്ചുതരാം. ആഹാ, എന്നാ പിന്നെ നീ എടുക്കുന്ന ഒന്ന് കാണണം. ആ. ദൈവമേ, എന്റെ മാല കാണാനില്ല. ഞാൻ ഇവിടെ വച്ചിരുന്നത്. ആഹാ, അത് ശരി. നീ ഞങ്ങളുടെ പെട്ടി കൊണ്ട് വെച്ചിട്ട് ഞങ്ങളെ കള്ളിയാക്കാൻ നോക്കുന്നു. തൊണ്ടി എവിടെ? ചേട്ടാ, എന്റെ മാല തൊണ്ടി കാണാനില്ല. കാണാനില്ലേ? വീണ്ടും ഒരു മോഷ്ടമോ? തൊണ്ടി എടുത്താ തെണ്ടി ആര്? അയ്യോ, നിങ്ങൾ അവനെ വെട്ടിയോ? ഇല്ല.